കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ 14ാമത് സംസ്ഥാന സമ്മേളനത്തിനായി കോഴിക്കോട് ഒരുങ്ങിക്കഴിഞ്ഞു. മാർച്ച് 2, 3 തീയതികളിലാണ് 4 തീയതികളിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുക. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന മുരളി ചേരുന്നു. മേഘ്ന, എന്തൊക്കെ ഒരുക്കങ്ങൾ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ 14ാമത് സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട്? അജിംഷാദ്, കുത്തക കമ്പനികളുമായിട്ടുള്ള മത്സരത്തെയും പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് വന്ന ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുടെ സംഘടനയാണ് കേബിൾ ഓപ്പറേറ്റർ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഈ അസോസിയേഷൻ ഒരു 14ാമത് സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ അത് അവരുടെ വലിയ പതിറ്റാണ്ടുകൾ നീണ്ട അധ്വാനത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒക്കെ വിജയം തന്നെയാണ്. ഈ മാർച്ച് മാസം 2, 3, 4 തീയതികളിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. കോഴിക്കോട് വെച്ചാണ് നടക്കുന്നത്. ഈ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കൃത്യമായ രീതിയിൽ മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട്, ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കാനാണ് സംഘടന ലക്ഷ്യം വയ്ക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള മേഖലാ സമ്മേളനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ശേഷം ജില്ലാ സമ്മേളനങ്ങൾ ഫെബ്രുവരി ആദ്യവാരത്തോടുകൂടി തുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ ഫെബ്രുവരി 1-നാണ് കോഴിക്കോട് ജില്ലാ സമ്മേളനം നടക്കുന്നത്. വടകരയിൽ വെച്ച് കോഴിക്കോട് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ബാക്കി 13 ജില്ലകളിലെയും ജില്ലാ സമ്മേളനങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ പൂർത്തീകരിക്കുമെന്നാണ് സംഘടനാ ഭാരവാഹികൾ അറിയിക്കുന്നത്. അതിനുശേഷം ഈ ജില്ലാ സമ്മേളനങ്ങൾക്ക് ശേഷമാണ് മാർച്ച് 2, 3, 4 തീയതികളിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഒരു സംസ്ഥാന സമ്മേളനം കൂടി കോഴിക്കോടേക്ക് എത്തുമ്പോൾ, കോഴിക്കോട് എന്ന് പറയുന്നത് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ശൃംഖലകളുള്ള അല്ലെങ്കിൽ വലിയ ജനപിന്തുണയുള്ള നഗരമാണ്. അതുകൊണ്ട് കോഴിക്കോട് ഈ സംസ്ഥാന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നലെയായിരുന്നു ലോഗോ പ്രകാശനം ഉണ്ടായത്. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പായിരുന്നു ലോഗോ പ്രകാശനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല 51 സ്വാഗത കമ്മിറ്റികളെയും രൂപീകരിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ലോഗോ പ്രകാശനം ചെയ്യുമ്പോൾ മേയർ ബീന ഫിലിപ്പ് പറഞ്ഞതും ഈ അസോസിയേഷന്റെ, കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഇച്ഛാശക്തിയെക്കുറിച്ചായിരുന്നു. കാരണം പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്ന കാലത്ത്, പുതിയ സാങ്കേതിക വിദ്യകളുടെ കടന്നുകയറ്റം വലിയ രീതിയിൽ ബാധിക്കുന്ന കാലത്ത് ഇതുപോലുള്ള സംഘടനകൾ വലിയ ഇച്ഛാശക്തിയോടെ മുന്നോട്ട് വരുന്നതിനെ കുറിച്ചായിരുന്നു മേയർ ബീന ഫിലിപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുപാട് സാംസ്കാരിക പരിപാടികളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സെമിനാറുകളും സംഘടന സംഘടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, വിവിധ തരത്തിലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ മാധ്യമങ്ങളുടെ സ്വാധീനത്തെയും മാധ്യമ സാഹചര്യങ്ങളെയൊക്കെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് കൂടി സംസ്ഥാന സമ്മേളനം മാറും. എന്തായാലും കോഴിക്കോട് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തകൃതിയായി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 1-നാണ് ഇവിടുത്തെ ജില്ലാ സമ്മേളനം നടത്താനിരിക്കുന്നത്. എന്തായാലും 2, 3, 4 തീയതികളിൽ നടക്കുന്ന കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം വലിയ ആഘോഷമാകും. ഒരു അസോസിയേഷന്റെ, കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ വിജയത്തിന്റെ കണ്ണാടിയാകും. അജിംഷാദ്. തീർച്ചയായും മേഘ്ന മുരളിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. COA കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ 14ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കഴിഞ്ഞ ദിവസം ലോഗോയും കോഴിക്കോട് മേയർ പ്രകാശനം ചെയ്തിരുന്നു. മാർച്ച് 2, 3, 4 തീയതികളിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുക. നേരത്തെ തന്നെ കോഴിക്കോട് മേയർ സൂചിപ്പിച്ചതുപോലെ കുത്തകകൾക്കെതിരായ പോരാട്ടത്തിൽ ഒരുപക്ഷെ വിജയത്തോടു കൂടി തന്നെ തുടങ്ങാനും അതിൻ്റെ കൂടുതൽ തലങ്ങളിലേക്ക് ഉയരാനും COAയ്ക്ക് സാധിക്കട്ടെ എന്ന ആശംസ കൂടി മേയറുടേത് വളരെ പ്രസക്തമാണ്. സമകാലിക യാഥാർത്ഥ്യത്തിൽ, ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൽ ഇതൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളും വിശദാംശങ്ങളും കൂടിയാണ് ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന മുരളി നൽകിയത്.